വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി NIOS വിദ്യാർത്ഥികൾക്കുള്ള കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിലെ അവസാന ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാനിംഗ് ആൻഡ് ഡിസൈനിങ് എ വെബ്സൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ നമ്മളിതിൽ പറയുന്നത് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ അതിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. സോ നമുക്ക് അതിന്റെ ചെറിയൊരു ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ HTML കോഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റ് തയ്യാറാക്കുന്നത്. നമുക്ക് പറയാനുണ്ട് HTML കോഡ്സ് കൊണ്ട് നമ്മൾ റൺ ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് വെബ് പേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ എന്ത് ചെയ്യണം, വെൽ പ്ലാൻഡ് അതുപോലെ തന്നെ ആ രൂപ ഡിസൈൻ ചെയ്തിട്ടുള്ള സംവിധാനമായിരിക്കണം വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. കാരണം നമ്മളെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ വെബ്സൈറ്റിനെ ആശ്രയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വെബ്സൈറ്റിനെ ആശ്രയിക്കുന്ന സമയത്ത് അത് അത്രത്തോളം പെർഫെക്റ്റും അതുപോലെ തന്നെ അതിൽ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക ആ ഒരു വെബ്സൈറ്റ് എന്നുള്ളതിന്റെ ഒരു ഉപകാരം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന്റെ ലക്ഷ്യം എന്താണോ അത് അവിടെ പൂർത്തിയാകുന്നത്. അപ്പൊ ആ രീതിയിലാണ് അപ്പൊ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ നമുക്ക് അതിന്റെ ഒരു ചെറിയ ഭാഗങ്ങൾ നോക്കാം. പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഓഫ് വെബ്സൈറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അസസ് നീഡ്സ് ആണ്. നമ്മളിത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യമാണ് അസസ് നീഡ്സ്. നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മളെടുത്ത് വന്നിട്ട് ഒരാളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആ ഒരു ക്ലയന്റിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആ വെബ്സൈറ്റ് കൊണ്ട് ആ ഒരു ക്ലയന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അയാളുടെ കയ്യിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ശേഷത്തിൽ പറയുന്നത് സ്ട്രാറ്റജീസ് കണ്ടന്റ് ആണ്. പിന്നെ നമ്മൾ കണ്ടന്റുകളിലോട്ട് കിടക്കണം. അപ്പൊ അവരുടെ നീഡ് അനുസരിച്ചിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതായത് കണ്ടെത്തണം. ഓക്കെ, ശേഷം ഡിസൈൻ ലേ ഔട്ട് ആണ്. അതായത് ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മൾ ചില വെബ്സൈറ്റുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് ഒരു വോ ഫീലിംഗ് ഒക്കെ വരുന്ന രൂപത്തിലല്ലേ നമ്മൾ സംഭവം എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് തോന്നുന്ന ആ രൂപത്തിലുള്ള വെബ്സൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ലേ ഔട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്തിട്ട് അതിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈനിങ് വെബ്സൈറ്റ് ഗോൾസ് ആൻഡ് ടാർഗറ്റ് ഓഡിയൻസ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു നമുക്ക് അവരുടെ നീഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അതുപോലെ തന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാന കാര്യം കൂടിയാണ് എന്ത്, ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വെബ്സൈറ്റ് ചെല്ലുന്നത് ഏത് ടൈപ്പ് ഓഡിയൻസിലോട്ടാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ സ്റ്റുഡൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളിലോട്ടായിരിക്കാം, അതല്ലാന്നെങ്കിൽ മറ്റു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ആളുകളിലോട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എത്തുന്നത്. അപ്പൊ ആ രീതിയിലുള്ള നമ്മുടെ ഓഡിയൻസ് എന്താണോ അത് ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കണം. ഓഡിയൻസിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അതിലുള്ള കണ്ടന്റുകളും മറ്റു കാര്യങ്ങളും നമ്മൾ പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന ഒരു ഭാഗമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് വെബ്സൈറ്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട്. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രധാന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്താണ്, റെസ്പോൺസീവ് ഡിസൈൻ എന്നുള്ളതാണ്. അതായത് എൻഷുർ വെബ്സൈറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ സീംലെസ് വ്യൂയിങ് അക്രോസ് ഓൾ ഡിവൈസസ് ആൻഡ് സ്ക്രീൻ സൈസ് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുക, എല്ലാ ഡിവൈസസുകളും ഒരുപോലെ സപ്പോർട്ട് ആകുന്നു. അതുപോലെ തന്നെ സ്ക്രീൻ സൈസസിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനമൊക്കെ ആക്കി മാറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിഷ്വൽ ഹൈറാർക്കി, പ്രയോറിറ്റൈസ് ആൻഡ് ഓർഗനൈസ് ദ കണ്ടന്റ് ഗൈഡ് യൂസേഴ്സ് ത്രൂ ദ വെബ്സൈറ്റ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ്. അതായത് അതിന്റെ കണ്ടന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടന്റ്സ് അവർക്ക് എഫക്റ്റീവായിട്ട് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, കണ്ടന്റ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരുപാട് ഫോൾഡേഴ്സിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടന്റുകൾ കൊണ്ടുപോയി അല്ലെങ്കിൽ കണ്ടന്റ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് ആക്കി വയ്ക്കുക ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻറ്റ്യൂറ്റീവ് നാവിഗേഷൻ എന്നാണ് പറയുന്നത്. ഇംപ്ലിമെന്റ് എ ക്ലിയർ ആൻഡ് ലോജിക്കൽ നാവിഗേഷൻ സ്ട്രക്ചർ ടു ഹെൽപ്പ് യൂസർ ടു ഫൈൻഡ് ഇൻഫർമേഷൻ ഈസിലി. അതായത് ക്ലിയർ ആയിട്ടുള്ള പാത്ത് വേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ അവർക്കൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, പ്രധാന ഭാഗത്ത് തന്നെ പെട്ടെന്ന് ഒരു ബോൾഡായിട്ടുള്ള രൂപത്തിൽ കാണിക്കുക. അത് ക്ലിയർ ആയിട്ടുള്ള നാവിഗേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക അതിൽ സെറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്, എന്താണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. നമുക്കൊരു ഡൊമൈൻ ആവശ്യമാണ്. ഡൊമൈൻ ഉണ്ടെങ്കിലാണ് നമുക്കൊരു വെബ്സൈറ്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു ഡൊമൈൻ നമ്മൾ ചൂസ് ചെയ്യണം. അതായത് അതിന്റെ സെലക്ട് മെമ്മറബിൾ അവൈലബിൾ ഡൊമൈൻ നെയിം ഫോർ നമ്മൾ ഡൊമൈൻ നെയിം നമ്മൾ അതിന് ചൂസ് ചെയ്യണം. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യണം അല്ലേ. പർച്ചേസ് ദ ഡൊമൈൻ നെയിം ത്രൂ എ റെപ്യൂട്ടബിൾ ഡൊമൈൻ രജിസ്ട്രാർ.
റെപ്യൂട്ടബിൾ ഡൊമൈൻ രജിസ്റ്ററുമായിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു രജിസ്റ്റർ ചെയ്യണം. ശേഷം ഒരു DNS കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കൺഫിഗർ ദ ഡൊമൈൻസ് DNS സെറ്റിംഗ്സ് ടു പോയിന്റ് ഔട്ട് യുവർ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്. നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു DNS നമ്മൾ അതിൽ സെറ്റ് ചെയ്യണം എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള, അതായത് അതിന്റെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എന്നുള്ള രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പൊതുവേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ചാപ്റ്റർ ആയിട്ട് ജസ്റ്റ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.